ഞാനന്ന് ഹോമം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതെഴുതി. ഒരു നോവൽ തന്നെയാണത്, കുറച്ച് വലിയ നോവലായിരുന്നു. ഈ യജ്ഞം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹോമം, അത് ഈ ആനുക അപ്പോഴത്തെ ആ കാലത്തെ നമ്പൂതിരി അവസ്ഥയായിട്ട് പാട്ടം ഭൂമിയൊക്കെ പോയി അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയുടെ കഥ തന്നെയാണ് അത്. ഈ DN വായിച്ചു ഒരിക്കൽ. എന്നിട്ട് DN പറഞ്ഞു, ഇവിടെ രാമദാസ് ഉണ്ട്, ഡയറക്ടറാണ്, ന്യൂസ് പേപ്പർ ബോയ് എടുത്ത് സമ്മാനമൊക്കെ മേടിച്ച ആളാണ്, രാമദാസിന് കൊടുക്കാം എന്ന് പറഞ്ഞു. കൊടുക്കാം, എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയൂല, ആരെയും അറിയൂല. എന്നിട്ട് അദ്ദേഹമാണ് കൊണ്ടു കൊടുത്തത്, DN. അത് രാമദാസിന് ഇഷ്ടമായി, അദ്ദേഹം അത് എടുക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ ദിവസം ഉണ്ടായി അത്. അപ്പോൾ കഥയും സംഭാഷണമൊന്നും അവർക്ക് ഈ നമ്പൂരി ഇതൊന്നും പറ്റില്ലല്ലോ, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അതൊക്കെ എഴുതിയത്. ഞാൻ അതിനു വേണ്ടി പൂമുള്ളി രാമനമ്പൂരിപ്പാട് അന്ന് കുറേ ഈ സിനിമയെപ്പറ്റി നല്ല പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയെന്നൊക്കെ പറഞ്ഞു, ഹസ്ബൻഡ്. അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് പഠിച്ചു, ഈ സിനോറിയോ അതിനെയൊക്കെ പറ്റിയിട്ട്. എന്നിട്ടാണ് അത് എഴുതി കൊടുത്തു. അതൊക്കെ ഇപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു ഒന്നൊരു ബാക്കിയൊന്നുമില്ല, അതൊക്കെ അദ്ദേഹം കൊണ്ടുപോയി, പിന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ അത് എഴുതി കൊടുത്തു. അത് രാംദാസ് അത് വളരെ താല്പര്യമായിട്ട് ചെയ്തു. ഷൂട്ടിങ്ങിനൊക്കെ ഞാൻ പോയിരുന്നു. പൊന്നമ്മ ചേച്ചിയൊക്കെ നല്ലോണം വളരെ ഇഷ്ടമായിട്ട് പെരുമാറി, നല്ല ഇതായി. അത് ഞാൻ പക്ഷേ അതിന് സമ്മാനം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കുട്ടൻ പറഞ്ഞു, കുട്ടൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു. കുട്ടൻ പറഞ്ഞു, കുട്ടികളുടെ ഫോട്ടോ ഉണ്ട് അതിൽ പേപ്പറിൽ പറഞ്ഞു. ഞാനിപ്പോൾ പരിഭ്രമിച്ചു, എന്താ ഒരു കാര്യമില്ലാണ്ട് എന്തിനാ ഫോട്ടോ എടുക്കണം, വല്ല കുലുമാലാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഈ ഇതിൻ്റെ അവാർഡ് ഉണ്ടായെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെന്നെ ഉണ്ണിയും കുട്ടനെയും കൊണ്ട് പോയി, കോട്ടയത്ത് പോയി അത് മേടിച്ചു. അപ്പോഴേക്കും പൊന്നമ്മ ഒന്നും കൂടി കെട്ടിപ്പിടിച്ചു. പൊന്നമ്മ ചേച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അന്ന് എനിക്ക് പക്ഷേ നല്ലൊരു അനുഭവം ഉണ്ടായത്, ഈ സമ്മാനം വളരെ ഒരു സമുദ്രം പോലെ കുറേ ആൾക്കാരും കുറേ അതിലധികം. PA ബക്കർ ഉണ്ടായിരുന്നു അവിടെ. ബക്കർ എനിക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ, എനിക്ക് വളരെ ബഹുമാനം തോന്നിയ ഒരാൾ. ഞങ്ങൾ താമസിച്ച മുറിയിൽ വന്നു. ഉണ്ണിയും കുട്ടനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. പിന്നെ ലളിതാംബിക ഉണ്ടായിരുന്നു സംശയം, അന്ന് അവരായിരുന്നു കോട്ടയം. ഈ ബക്കർ അവിടെ വന്നിട്ട് 2 മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. എന്തൊരു അറിവാണ്, എന്തൊരു എനിക്ക് വളരെ ഒരു ബഹുമാനം തോന്നിയിട്ടോ. അതാണ് എനിക്ക് അന്നത്തെ പ്രധാന ഓർമ്മ, വളരെ ഇഷ്ടമായിട്ടോ. പിന്നെ അദ്ദേഹം 1-2 തവണ എഴുത്തൊക്കെ അയച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേഗം മരിച്ചില്ലേ. അവാർഡെന്ന് പറഞ്ഞാൽ അവാർഡിനേക്കാൾ അധികം എനിക്ക് ഓർമ്മ വരികയായി PA ബക്കറിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റമാണ്. വളരെ നല്ലൊരു മനുഷ്യൻ എനിക്കന്ന്. ഞാൻ ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ടൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് കുറച്ച് കോൺട്രവേഴ്സി, ചിലർക്ക് അത് അതിനെപ്പറ്റി വിപരീതമായിട്ടും അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ എൻ്റെ ജീവിത വീക്ഷണം എപ്പോഴും ശക്തി, ബലം ഒരു പ്രധാനമാണ്. അതിനനുസരിച്ച് ഈ സത്യത്തിനോടുള്ള വൈമുഖ്യം അതെനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഇപ്പം ഒക്കെ കപടമായിട്ടേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പം ഇന്നാൾ ഞാനൊരു മീറ്റിങ്ങിന് പോയി, അവിടെ ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ അവർ പറയാണ്, എന്താണ് ഈ നന്മ മാത്രം പറയണത്, തിന്മയും പറയണ്ടേ, മനുഷ്യൻ്റെ നന്മ മാത്രം പറയണത് എന്തിനാ ചോദിച്ചു. എനിക്ക് ദേഷ്യം, ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറയണമെന്ന് വിചാരിച്ചു, ഞാൻ മനുഷ്യൻ്റെ നന്മ കാണാനാണ് ആഗ്രഹിക്കുന്നത്, തിന്മ ചിക്കിപ്പരത്തി എല്ലാവരെയും നാറ്റിക്കാനല്ല എനിക്ക് ആഗ്രഹം. അല്ല, ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡാണ്, എല്ലാവരുടെയും ചീത്ത ഭാഗം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് അതിനെപ്പറ്റി ഇങ്ങനെ പറയുക. നല്ല ഭാഗങ്ങൾ ധാരാളം ഉണ്ട് അവിടെ, അത് പറയാം, അതാർക്കും. അതിനോട് എനിക്ക് നല്ല എതിർപ്പുണ്ട്. എനിക്ക് പറ്റണോടത്തോളം ഞാൻ ചാവുന്നവരെ അതിനു വേണ്ടി എതിർക്കുകയും ചെയ്യും, തീർച്ചയാണ്, കഥയിൽ കൂടിയും വാക്കുകളിൽ കൂടിയും. ഫെമിനിസം എൻ്റെ ഉള്ളിലില്ല എന്ന് പറയാൻ വയ്യ. സ്ത്രീയുടെ ഒരു വളരെ വിശുദ്ധമായിട്ടുള്ള പല ഗുണങ്ങളോടും ശക്തിയോടും എനിക്ക് ആഭിമുഖ്യമുണ്ട്. പക്ഷേ സ്ത്രീ പക്ഷപാതിത്വമൊന്നും എനിക്കില്ല. സ്ത്രീ മാത്രമായി ഒന്നും ചെയ്യാനും, സ്ത്രീയല്ല ശരിക്കും ഒരു സമൂഹം അല്ലെങ്കിൽ ലോകം, മനുഷ്യരെന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയതാണ്. ഒരു പുരുഷനിൽ തന്നെ പലപ്പോഴും സ്ത്രീ ഉണ്ടാവും, അതുപോലെ സ്ത്രീയിലും പുരുഷന്മാരുണ്ടാവും. അല്ലാണ്ട് സ്ത്രീയോട് പ്രത്യേകമായിട്ട് എനിക്കിപ്പോൾ ഒരു തമാശ തോന്നാറും. ഈ സ്ത്രീ ഇപ്പോൾ ഇന്നാൾ കണ്ട ആ സ്ത്രീ എന്താണ് ഒക്കെ സ്ത്രീ സാഹിത്യത്തിൽ സ്ത്രീ ഇതിൽ ഈ സ്ത്രീ മാത്രമായി എന്ത് സാഹിത്യം ഉണ്ടാവുക.
അങ്ങനത്തെ ഒന്നും എനിക്ക് മഹാവിഡ്ഢിതമായിട്ട് എനിക്കതൊക്കെ തോന്നാറുള്ളൂ. അതല്ല, ഒരു സമഗ്രമായിട്ടുള്ളൊരു ബോധമാണ് എപ്പോഴും ഒരു സ്രഷ്ടാവിന്, ഒരു സാഹിത്യകാരന് ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് ഈ വിഭാഗീയത, ജാതീയം, വർഗീയം, ഇങ്ങനത്തെ വിഭാഗീയതകളെ മാറ്റി വെച്ചിട്ടാണ് സാഹിത്യ പ്രവർത്തനം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കത് മോഹിക്കാറുള്ളത്. അല്ലാണ്ട് ഇമാതിരി വിഡ്ഢിത്തങ്ങളോടൊന്നും വിഡ്ഢിതം ഞാൻ പറഞ്ഞു വെച്ചിട്ട് അത് ഇവരൊക്കെ വിഡ്ഢികളാണെന്ന് അർത്ഥമല്ല കേട്ടോ. പക്ഷേ ഇത്തരം വളരെ സങ്കുചിതമായിട്ടുള്ള ബോധത്തു നിന്ന് നമ്മൾ മാറണം, കുറേയും കൂടി ഉയരണം എന്നാണ് എൻ്റെ അഭിപ്രായം. വികലാംഗനായിട്ടുള്ള ഒരു മഹാസാധു മനുഷ്യൻ, അദ്ദേഹം എനിക്ക് എഴുതിയിരിക്കണു എൻ്റെ പുസ്തകം അദ്ദേഹത്തിന് ജീവിക്കാൻ പ്രേരണ കൊടുത്തു എന്ന്. ഇതിൽ വലിയൊരു സാർത്ഥകമാവാൻ എന്താ? അങ്ങനെ ഞാൻ അറിയാത്ത എത്രയോ ആൾക്കാർ എനിക്ക് എഴുതാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കണു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു സാഫല്യം. ബാക്കിയൊന്നും മാധ്യമങ്ങൾ എന്നെ പറഞ്ഞാൽ ദുഃഖവും വിഷമം ഉണ്ടാവും എന്നല്ലാണ്ട് ഞാൻ അവരെ തൃപ്തിപ്പെടുത്താൻ ഒന്നും ചെയ്യൂല. അത് ഒരു സംശയമില്ല. വേറൊരാളുടെ ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്തണം. എൻ്റെ ഒരു സഹജീവി, അവർക്ക് ഈ കഥ വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉത്തേജനം, അല്ലെങ്കിൽ ജീവിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ എഴുതിയിരുന്നു, തിരിയൊഴിച്ചിൽ എന്നുള്ള പുസ്തകമാണ് ഞാൻ സുഖല്യാൻ്റെ ആസ്പത്രി കിടക്കുമ്പോൾ ഒരു സുഹൃത്ത് കൊണ്ടു തന്നു. ആ പുസ്തകമാണ് എന്നെ സന്തോഷിപ്പിച്ചത്, ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ. അതൊക്കെ തന്നെ എത്ര വലിയൊരു കാര്യമാണ്. അറിയാത്ത ഏതോ ലോകത്തിൻ്റെ അമേരിക്കയിൽ നിന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്, ദാശരഥം വായിച്ചിട്ട് ഞാൻ വളരെ 101 പേജിൽ എന്തിനാ അത് ഒതുക്കിയത്, 1000 ചില്ലാനം പേജ് എഴുതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ സാഫല്യം. ഇനിയും എഴുതണം എന്നുണ്ട്. എഴുതാൻ വിചാരിച്ച കഥാപാത്രമുണ്ട്, പകുതി എഴുതി വെച്ച കഥാപാത്രമുണ്ട്. അതൊരു ആദിവാസിയുടെ കഥയാണ്. ഞാൻ മുമ്പ് കുട്ടിക്കാലത്ത് കേട്ട, വളരെ ചെറിയ ഇല്ലത്ത് ഈ പാലും വെള്ളരി ഉണ്ടാവും, അവിടുത്തെ ഈ കോമരത്തന്മാരോട് ചോദിച്ചിട്ട് അന്ന് കേട്ടിട്ടുള്ള ഒരു കഥ. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു 4-5 വയസ്സിൽ. അത് വലുതായി ഇപ്പം എനിക്കതിങ്ങനെ എഴുതാൻ തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ജീവിത രീതി അതൊക്കെ പഠിച്ച് എഴുതാൻ വേണ്ടി കുറേ പകുതിയൊക്കെ എഴുതും, പക്ഷേ അതിങ്ങോട്ട് വരണില്ല. അതപ്പോൾ ഞാൻ അവിടെ നിർത്തി. അത് ഞാൻ എന്തെങ്കിലും എഴുതും.